തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തരത്തക്കവണ്ണം നമ്മളെ സ്നേഹിച്ച സ്നേഹസ്വരൂപനായ ദൈവത്തിന് സ്തോത്രം, സ്തുതി, മഹത്വം. സ്നേഹസ്വരൂപനായ പുത്രൻ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക് പിന്നെയും ദൈവം അവസരവും ഭാഗ്യവും നൽകിയല്ലോ. നാം തിടുക്കത്തോടെ എബ്രായ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഇന്നലെ നമ്മൾ അതിൻ്റെ പൊതുവായ ചില കാര്യങ്ങളാണ് പഠിച്ചത്. 5-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ 8-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയും അതിനെക്കുറിച്ചുള്ള ചെറിയ വിശദീകരണവും ലേഖകൻ നമുക്ക് നൽകി. ആ ഭാഗം മനുഷ്യജാതിയെക്കുറിച്ച് പൊതുവായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച്, ദൈവ സൃഷ്ടിയുടെ പ്രത്യേകതയെക്കുറിച്ച്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച, ദൈവ സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്നർത്ഥം. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും തേജസ്സും ഒക്കെ അവനെ അണിയിച്ചു. എന്നാൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം നിമിത്തം ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച അവസ്ഥയിൽ നിന്നും വീണുപോയി. ആ വീണുപോയ അവസ്ഥയിലേക്ക് നമ്മുടെ കർത്താവ് ജന്മമെടുത്തതിനെ പറ്റിയാണ്. ജന്മമെടുത്തെന്ന് മാത്രമല്ല, 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു നാം മനുഷ്യകുലം വീണുപോയ താഴ്ചയിലേക്ക് ഇറങ്ങി വന്നെന്നും നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പാപം നിമിത്തം അധീനപ്പെട്ടുപോയ മരണം ആസ്വദിച്ചെന്നും അതിനാൽ തന്നെ ദൈവം ക്രിസ്തുവിനെ ആ മനുഷ്യത്വത്തിൽ തന്നെ ഏറ്റവും ഉയർത്തി അവനെ മഹത്വവും ബഹുമാനവും അണിയിച്ചു എന്നും കാണുന്നു. ആ 9-ാം വാക്യത്തിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം അപ്പോസ്തലൻ ക്രോഡീകരിച്ച് തന്നിട്ടുണ്ട്. തുടർന്ന് നാം കാണുന്നത്, പ്രത്യേകിച്ച് 10 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യേശുക്രിസ്തുവിൻ്റെ ഈ താഴ്ചയ്ക്കും അഥവാ ക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മമെടുക്കലിനും ക്രൂശു മരണത്തിനും ഒക്കെ ഉള്ള കാരണവും ഉദ്ദേശ്യവും എന്തായിരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അത് കൂടുതലായും വിശദീകരിക്കുന്നത് 10-ാമത്തെ വാക്യത്തിലും 14-ഉം 15-ഉം വാക്യങ്ങളിലുമാണ്. യേശുക്രിസ്തു ജഡമെടുക്കുവാനുള്ള കാരണം, യേശുക്രിസ്തു ജഡം എടുത്തതിൻ്റെ ഉദ്ദേശം, യേശുക്രിസ്തു ജഡം ധരിച്ചതിനാൽ നമുക്ക് കൈവന്ന നേട്ടം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഫലം, ഇവയെല്ലാം ആ വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതാണ് 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. ഇന്നലെ നമ്മൾ പഠിച്ച ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും
ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, വിശദീകരണം ആവശ്യമാണെങ്കിൽ ചോദിച്ചാലും. ഈ ഭാവി ലോകത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റ് വേൾഡ് ആണോ ഭാവി ലോകം? അല്ല, ഭാവി ലോകം ഭാവി ലോകം. സ്വർഗത്തിന്റെ അവസ്ഥ 1000 ആണ്ട് വാഴ്ച ഏതാ ഉദ്ദേശിക്കുന്നത്? ഈ ലോകവാഴ്ചയ്ക്ക് ശേഷമുള്ളത്. ഈ ലോകത്തിന് ശേഷമുള്ളതെല്ലാം ഭാവി ലോകത്തിൽ ഉൾപ്പെടും. അതിലേക്ക് നമുക്കിനി വരേണ്ടതുണ്ട്. അതുവരെ അല്പം കൂടെ കാത്തിരിക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ ഒരു സ്കെലിറ്റൻ, ഒരു ഔട്ട്ലൈൻ മാത്രം നോക്കി പോവുകയാണ്. എക്സിജീസിസിലേക്ക് നമ്മൾ വന്നിട്ടില്ല, വ്യാഖ്യാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പൊതുവായ കാര്യങ്ങൾ മാത്രം ഈ വാക്യങ്ങളിൽ നിന്ന് നോക്കുന്നതേ ഉള്ളൂ. ഓരോ വാക്കുകളും നമ്മളെടുത്ത് പഠിച്ചു പോകുന്ന ഒരു രീതിയാണല്ലോ നമുക്കുള്ളത്. അതിലേക്ക് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റെന്തെങ്കിലും? ശരി, വേറെ ഒന്നും ഇല്ല എങ്കിൽ ഇനി നമുക്ക് ഇപ്പോൾ പൊതുവായിട്ട് നോക്കാനുള്ളത് 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളാണ്. 5 തൊട്ട് 9 വരെയുള്ളത് നമ്മൾ ഇന്നലെ നോക്കി. അതിലായിരുന്നു നമ്മൾ കണ്ടത് ദ ക്രിയേറ്റേഴ്സ് ഒറിജിനൽ ഇന്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് മാൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൽ സ്രഷ്ടാവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. രണ്ടാമത് നമ്മൾ അവിടെ കണ്ടു ദ ആക്ച്വൽ കണ്ടീഷൻ ഓഫ് മാൻ. മനുഷ്യൻ പക്ഷേ ഇപ്പോൾ ആയിരിക്കുന്ന യഥാർത്ഥ അവസ്ഥ, നിജസ്ഥിതി. മൂന്നാമത് നമ്മൾ കണ്ടു ഇപ്പോൾ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വന്നു, അല്ലെങ്കിൽ താണു വന്നു. ക്രിസ്തു താഴ്ച ഭവിച്ചവനായി നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും 9-ാം വാക്യം വരെ നമ്മൾ കണ്ടത്. അതിൻ്റെ അല്പവിശദീകരണങ്ങൾ കൂടെയൊക്കെ നമ്മൾ കാണുകയുണ്ടായല്ലോ. പൊതുവായ കാര്യങ്ങൾ ഇവയായിരുന്നു. ഇനി 10-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത് പൊതുവായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞു. ആ 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളെ മുഴുവനും കൂടെ ക്രോഡീകരിച്ച് പറയാൻ പറ്റുന്നതാണ് ദ റീസൺ ഫോർ ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി ഓർ ക്രൈസ്റ്റ് മെയ്ഡ് ലോവർ ദാൻ ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ അല്പം ക്രിസ്തുവിന് താഴ്ച വരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തു താഴുവാനുള്ള കാരണം, ദ റീസൺ ഫോർ ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി. 2, ദ പർപ്പസ് ഓഫ് ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി. യേശുക്രിസ്തുവിൻ്റെ താഴ്ചയുടെ ഉദ്ദേശം. 3, ദ റിസൾട്ട് ഓഫ് ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി. യേശുക്രിസ്തു താണു വന്നതിൻ്റെ ഫലം, അതുകൊണ്ടുണ്ടായ പ്രയോജനം, ദ റിസൾട്ട്. 4, ഹൗ ഡിഡ് ജീസസ് അറ്റൈൻ ദാറ്റ് പർപ്പസ്. യേശുക്രിസ്തു താഴ്ച ഭവിച്ചവനായി വന്നിട്ടും ആ ഉദ്ദേശം എങ്ങനെ നിവർത്തിച്ചു, എങ്ങനെ നേടിയെടുത്തു. പ്രധാനമായും ഈ 4 കാര്യങ്ങളാണ് 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ളത്. ആവർത്തിക്കണോ? ഒന്നുകൂടെ വേണം.
ഒന്ന്, നമ്മൾ കണ്ടു യേശുക്രിസ്തുവിനെ. ഒന്നും കൂടെ നമുക്ക് 9-ാമത്തെ വാക്യം വായിക്കാമല്ലോ. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു. ആ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ താഴ്ച, യേശുക്രിസ്തുവിൻ്റെ താഴ്മ, താഴ്മ എന്നതിനേക്കാൾ താഴ്ച എന്നതാണ് കൂടുതൽ ശരി അവിടെ. ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായം 6 തൊട്ട് താഴ്മയെക്കുറിച്ചും ഇവിടെ താഴ്ചയെക്കുറിച്ചുമാണ് കാണുന്നത്. നമുക്ക് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാം. അപ്പോൾ താഴ്ച വന്നവനായ യേശു. 10-ാം വാക്യം തൊട്ട് 18 വരെ അതിനോടനുബന്ധിച്ച 4 കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെ യേശുവിന് താഴ്ച ഭവിക്കുവാൻ ഉള്ള കാരണമെന്ത്? The reason why Jesus was made a little lower than the angels. കാരണം, ക്രിസ്തുവിൻ്റെ താഴ്ചയ്ക്കുള്ള കാരണം. രണ്ടാമത്, പർപ്പസ്. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു അങ്ങനെ താഴ്ച വന്നവനായി തീർന്നത്? ഉദ്ദേശം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കാരണവും ഉദ്ദേശവും രണ്ടായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നല്ലത്. എല്ലാറ്റിനും ചിലപ്പോൾ കാരണം കണ്ടില്ലെന്ന് വരും, എന്നാൽ എല്ലാറ്റിനും ഉദ്ദേശം ഉണ്ട് താനും. പക്ഷെ ഇവിടെ കാരണവുമുണ്ട്, ഉദ്ദേശവുമുണ്ട്. മൂന്നാമത്, the result of Christ made lower. യേശുക്രിസ്തു താഴ്ച വന്നവനായി തീർന്നതുകൊണ്ട് ഉണ്ടായ പ്രയോജനമെന്ത്? ഫലം എന്ത്? നാലാമത്, എങ്ങനെയാണ് കർത്താവ് അത് കൈവരിച്ചത്? ആ ഫലം അല്ലെങ്കിൽ ആ ഉദ്ദേശം എങ്ങനെ കർത്താവ് നിവർത്തിച്ചു? ഹൗ ഡിഡ് ജീസസ് ഫുൾഫിൽ ദാറ്റ് പർപ്പസ്? ഹൗ ഡിഡ് ജീസസ് അറ്റൈൻ ദാറ്റ് എൻഡ്? അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. ആ 4 കാരണങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിയങ്ങ് പോകാം. ഈ 4 വസ്തുതകൾ 14-15 വാക്യങ്ങൾ വായിച്ചാട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൽ തൽക്കാലം കാരണം അത്രയും മതി. 4 വസ്തുതകളിൽ ഒന്നാമത്തേത് കാരണം. എന്തുകൊണ്ട് യേശു ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി തീർന്നു? അതാണ് നാം 14-ാം വാക്യത്തിൽ വായിച്ചത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വചനം ജഡമായി തീരുവാനുള്ള കാരണം. The reason behind the word became flesh in Johannine language. യോഹന്നാന്റെ ഭാഷയാണ്. വചനം ജഡമായി തീർന്നു. അതിനുള്ള കാരണമാണ് ഇവിടെ നമ്മൾ കണ്ടത്. എന്താണ് കാരണം? മക്കൾ. ആരാണ് ഈ മക്കൾ?
മനുഷ്യർ. 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യർ. എബ്രായർ 2-ാം അധ്യായം 5 തൊട്ട് 8-ാം വാക്യം വരെ പറഞ്ഞിട്ടുള്ള മനുഷ്യർ. അവരെയാണ് അവിടെ മക്കൾ എന്ന് വിളിക്കുന്നത്. അവിടെ മക്കൾ എന്ന് വിളിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നതാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ സ്രഷ്ടാവാണ് എന്ന കാരണം. ആ കാരണത്താലാണ് ഇവിടെ മനുഷ്യരെ മക്കളെന്ന് വിളിച്ചിരിക്കുന്നത്. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ. അങ്ങനെ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശു ക്രിസ്തുവും നമ്മെപ്പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ വന്നു. ഇനി 2-ാമത്തെ കാര്യം എന്താണ്? പർപ്പസ്, ഉദ്ദേശം. ആ ജഡധാരണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ബാക്കി വാക്യം കൂടെ വായിച്ചാട്ടെ. 15. 14-ന്റെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അവിടെ ഉദ്ദേശം, 3 ഉദ്ദേശങ്ങൾ നമുക്ക് കാണാം. 1, മരണഭീതിയിൽ നിന്ന് മാനവജാതിയെ വിടുവിക്കുക. അല്ലെങ്കിൽ മരണത്തിൽ നിന്ന്, മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന്, മരണത്തിൻ്റെ ഭീകരതയിൽ നിന്ന് നമ്മളെ അല്ലെങ്കിൽ മാനവജാതിയെ സ്വതന്ത്രരാക്കുക. സ്തോത്രം. ഇനി 16-ാമത്തെ വാക്യം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അവിടുത്തെ ഭാഷയിൽ മാനവജാതിയെ സംരക്ഷണ ചെയ്യുക. എന്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. മാനവജാതിയുടെ സംരക്ഷണം. അപ്പോൾ 15-ാം വാക്യത്തിൽ മാനവജാതിയുടെ വിമോചനം, 16-ാം വാക്യത്തിൽ മക്കൾ അഥവാ മനുഷ്യരുടെ സംരക്ഷണം. മൂന്ന്, അതിൻ്റെ 10-ാമത്തെ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അവിടെ അൾട്ടിമേറ്റ് പർപ്പസ്, ആത്യന്തിക ലക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. അവിടെ അനേകം പുത്രന്മാർ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് മാനവജാതി എന്ന് തന്നെ. ആ സാധ്യത സകല മനുഷ്യർക്കും മുൻപിലുണ്ട്. എന്നാൽ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ കൈവരിക്കുവാൻ കഴിയൂ എന്ന് മാത്രം. ഇത് ഏതെങ്കിലും കുറച്ചു പേർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്ദേശമല്ല, സകലർക്കും വേണ്ടി ഉള്ളതാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലും കണ്ടു.
യോഹന്നാൻ 3:16 നമുക്ക് അറിയാം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എന്ന് വെച്ചാൽ യാതൊരുത്തനും. പരിമിതികളില്ല. ഇത്രയും പേര് വന്നാൽ മതി, സീറ്റില്ല. ഇപ്പം നമ്മുടെ ഈ സൂം 100 പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ. 100 പേരിലധികം വരരുതേ എന്നായിരിക്കും. ഇപ്പം നമുക്ക് 100 പേരൊന്നും ഇല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഒരു സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ആൾക്കാരെ വന്നിരുന്നു. സ്വർഗത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അയ്യോ, ഭൂമിയിൽ ഇന്നുള്ള സകല മനുഷ്യരും കൂടെ, മുഴുവൻ ജനസംഖ്യയും രക്ഷിക്കപ്പെട്ടാൽ ഇവരെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിലെങ്കിൽ സ്ഥലമില്ലല്ലോ എന്ന് ദൈവത്തിന് തലചൊറിയേണ്ട ആവശ്യമില്ല. സകലരെയും ഉൾക്കൊള്ളാൻ സ്വർഗത്തിന് കഴിയും. പക്ഷേ യേശുവിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും അല്ലെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഉദ്ദേശത്തിൽ പങ്കാളിത്തമുള്ളൂ എന്ന് മാത്രം. എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന എന്ത്? തേജസ്സിലേക്ക് നടത്തപ്പെടുക എന്നുള്ളത്. അപ്പോൾ കുറഞ്ഞ പക്ഷം ഈ 3 ഉദ്ദേശങ്ങളെങ്കിലും ഉണ്ട്. ഈ 3 ഉദ്ദേശങ്ങളെങ്കിലും ഉണ്ട്. ഒന്ന്, മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ മരണഭീതിയിൽ നിന്ന് വിമോചിപ്പിക്കുക. ലിബറേറ്റ് ഫ്രം ഡെത്ത്, ഓർ അറ്റ് ലീസ്റ്റ് ഫ്രം ദ ഫിയർ ഓഫ് ഡെത്ത്, ഫ്രം ദ ഡ്രെഡ്ഫുൾനെസ് ഓഫ് ഡെത്ത്. ലിബർട്ടി, ഫ്രീഡം, ഡെലിവറൻസ്. രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ, സംരക്ഷണം. അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനല്ലോ. ഇവിടെ എബ്രായരോട് പറയുന്നത് കൊണ്ടാണ് അബ്രഹാമിൻ്റെ സന്തതി എന്ന് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. കേവലം അബ്രഹാമ്യ സന്തതികൾക്ക് മാത്രമാണോ യേശുക്രിസ്തു വന്നത്? അല്ല, സകല മനുഷ്യർക്ക് വേണ്ടി. എന്നാൽ അത് അബ്രഹാമിൻ്റെ സന്തതിയായിട്ടാണ് യേശു വന്നതെന്ന് മാത്രം. എന്നാൽ ലക്ഷ്യം അബ്രഹാമ്യ സന്തതികൾ മാത്രമായിരുന്നില്ല, മുഴുമാനവജാതിയുമായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഫ്രം ഇറ്റേണൽ കണ്ടംനേഷൻ, നിത്യ നാശത്തിൽ നിന്നുള്ള സംരക്ഷണം. വേറെയുമുണ്ട്, അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. ആത്യന്തികമായ ലക്ഷ്യമാണ് നമ്മൾ 10-ാം വാക്യത്തിൽ കണ്ടത്. നമ്മൾ തേജസ്സിലേക്ക്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. ഏത് തേജസ്സിലേക്ക്? സ്തോത്രം. ഏത് തേജസ്സിലേക്കാ? ഈ 2-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഏത് തേജസ്സാണെന്ന് കാണാം. സ്തോത്രം. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന് കൊടുക്കാൻ ആഗ്രഹിച്ച തേജസ്, അവനെ അണിയിച്ച തേജസ്. എന്നാൽ ആ തേജസ്സിൻ്റെ 2-ാമത്തെ അവസ്ഥയാണ് നാം കാണുന്നത്, ദ ലോസ്റ്റ് ഗ്ലോറി, ദ ഇൻറ്റൻറ്റഡ് ഗ്ലോറി, ദെൻ ദ ലോസ്റ്റ് ഗ്ലോറി. ഏതു തേജസ്സാണ് നമുക്ക് പ്രാപിക്കേണ്ടത്? ഒന്ന്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ
അവൻ അണിയണമെന്ന് ദൈവം ആഗ്രഹിച്ച, അവനെ അണിയിച്ച് സൃഷ്ടിച്ച ആ തേജസ്. 2, പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയ തേജസ്. അതൊക്കെ ഏതാണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മളതിലേക്ക് വരും. 3, 9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യേശുക്രിസ്തു അണിഞ്ഞ തേജസ്, മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. യേശുക്രിസ്തു തൻ്റെ മരണത്താൽ, ക്രൂശുമരണത്താൽ, തൻ്റെ ജഡധാരണത്താലും ക്രൂശുമരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും തേജസ്കരണത്താലും അണിഞ്ഞിരിക്കുന്ന തേജസ്, അതേ തേജസ് ആണ് 10 വാക്യത്തിൽ നാമും അണിയേണ്ടതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ അത്? ഇതെല്ലാം ഒരേപോലുള്ള തേജസ് തന്നെയല്ലേ പക്ഷെ ഇതെല്ലാം? അതിലേക്ക് വരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ 3 കണ്ടെന്നേ ഉള്ളൂ. Did not understand 3 aspects of the glory we should be marching into. The glory God intended when God created man, as per verse number 7. ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ദൈവത്തെക്കാൾ, ദൂതന്മാരെക്കാൾ അല്ല. ഇവിടെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സങ്കീർത്തനം 8 നമ്മൾ ഇന്നലെ കണ്ടു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. God had clothed man with glory and honor, creating him little lower than the Elohim. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ആ തേജസ്, ഏത് തേജസ്? മനുഷ്യ സൃഷ്ടിപ്പിൽ ദൈവം അവനെ അണിയിച്ച തേജസ്. 2, പാപം ചെയ്തപ്പോൾ ആ തേജസ്സിന് എന്ത് സംഭവിച്ചു? നഷ്ടം, ലോസ്റ്റ് ഗ്ലോറി. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ട തേജസ്. 3 ആ തേജസ്സിന്റെ കാര്യമാണ് 9 വാക്യത്തിൽ കാണുന്നത്. The same glory Jesus is now clothed with. ക്രിസ്തുവിനെ അണിയിച്ച, അല്ലെങ്കിൽ ക്രിസ്തു അണിഞ്ഞിരിക്കുന്ന തേജസ്. ഈ ത്രിമാനമായ തേജസ്സാണ് നാമും അണിഞ്ഞ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്നിടത്തെ തേജസ്. ഇപ്പൊ മനസ്സിലായോ? All three will be there. Yeah, this is the 3 dimension of the glory we are to receive. Okay. Thank you. Okay. The 3 dimensions, 3 angles, as per chapter 2 of Hebrews. എബ്രായർ 2-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന തേജസ്സാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിന്, ആ തേജസ്സിന് ഈ ത്രിമാനമായ ഒരു അളവുണ്ട്, അവസ്ഥയുണ്ട്. അതിൻ്റെ വിശദീകരണം ഇനിയും വരുന്നതേ ഉള്ളൂ. അതുവരെ അല്പമൊക്കെ സംശയം നിങ്ങൾക്ക് കാണും, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് വന്നിട്ടില്ല.
ഔട്ട്ലൈനാണിപ്പോൾ. അപ്പോൾ ദിസ് ഈസ് ദ പർപ്പസ്, ദ റീസൺ, because the children, the sons, or the creatures, the humanity was in flesh and blood. Therefore, the Creator also took the form of the creature, flesh and blood. Second, the purpose. 3 purposes. ഇത്രയും കാര്യങ്ങൾ ഔട്ട്ലൈൻ എന്ന നിലയിൽ ഒരു പൂർണ്ണ വ്യാഖ്യാനമല്ല എന്ന നിലയിൽ മനസ്സിലാക്കാണുമല്ലോ. മൂന്നാമത്തേത് നമ്മൾ കണ്ടത്, what is the profit, what is the result of Christ taking the form of the fallen man? വീഴ്ച വന്ന മനുഷ്യന്റെ താഴ്ചയിൽ യേശു ജനിച്ചതുകൊണ്ട്, വന്നതുകൊണ്ട് ഉണ്ടായ പ്രയോജനം. കാരണവും ലക്ഷ്യവും അവിടെ ഇരിക്കട്ടെ, ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞോ എന്നതാണ്, പ്രയോജനപ്പെട്ടോ എന്നുള്ളതാണ്. അതോ ആ ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു, പണി പാളിയോ? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് പല പദ്ധതികളും നമ്മുടെ ഗവൺമെന്റ് ഒക്കെ തന്നെ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ചിലപ്പോൾ അതൊക്കെ പരാജയപ്പെട്ടു പോകും. പല തലങ്ങളിലുമുണ്ട്. ചിലതൊക്കെ പൊതുജനം അറിയും, ചിലതറിയത്തില്ല എന്ന് മാത്രം. ഇപ്പം ഒരു റോക്കറ്റ് അന്തരീക്ഷത്തിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പത്രത്തിലൊക്കെ വാർത്ത കൊടുക്കും. ചിലപ്പോൾ കോടിക്കണക്കിന് ഡോളർ ചിലവായിട്ടുണ്ടാകാം. അതങ്ങ് പോയിട്ട് അവിടുന്ന് ഈ വിടുന്ന ലക്ഷ്യം വരിക്കുന്നുണ്ടോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞേ അറിയത്തുള്ളൂ. മിഷൻ സക്സസ്ഫുൾ എന്ന് പറയും ഇവിടുന്ന് അങ്ങ് പൊങ്ങിപ്പോയാൽ. പക്ഷെ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് സംഭവം പ്രയോജനകരമാണോ അല്ലയോ എന്നൊക്കെ പിന്നീട് വിലയിരുത്തും. എന്നതുപോലെ യേശുവിൻ്റെ ജഡധാരണത്തിന് കാരണവും ഉദ്ദേശവും നമ്മൾ കണ്ടു. അതുകൊട്ടെ, അത് പ്ലാനിങ്ങിലേ ഉള്ളൂ, അത് പർപ്പസിങ്ങിലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ലക്ഷ്യമായിരുന്നു അത്. എന്നാൽ മൂന്നാമത്തേത് നമ്മൾ നോക്കുന്നത് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞോ എന്നാണ്. വാസ് ഇറ്റ് പ്രോഫിറ്റബിൾ? കുഡ് ജീസസ് അറ്റൈൻ ഇറ്റ്? Was God successful in his purpose? അതാണ് മൂന്നാമത്തേത്. പ്രയോജനമെന്തുണ്ടായി? സ്തോത്രം. പ്രയോജനപ്രദമായിരുന്നോ? തീർച്ചയായും. ഏറ്റവും അധികമായ അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായി പ്രയോജനം എന്ന് വന്നത് എങ്ങനെയാണ്? സ്തോത്രം. എന്താ പ്രയോജനമായി തീർന്നത്? ഒന്നും കൂടെ 15-ാം വാക്യം, വേഴ്സ് 15 once again. തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അവിടെ 2 കാര്യങ്ങൾ ചെയ്തതായി നമ്മൾ കാണുന്നു. 1, 2 അല്ല, 3 സംഗതികൾ. അത് 4-ാമത്തെ വിഷയത്തിലും ഈ കാര്യങ്ങളുടെ ഒരു ആവർത്തനം ഉണ്ടാവും. എന്തൊക്കെയാ? തൻ്റെ മരണത്താൽ. നമ്മൾ 4-ാമത്തേതിൽ അതായിരിക്കും ഊന്നിപ്പറയുക. തൻ്റെ മരണത്താൽ, അല്ലെങ്കിൽ ക്രിസ്തു മരിച്ചു. അത് ദ മീൻസ് ഓഫ് അറ്റൈനിങ് ആണ്. ദ മീൻസ് ഓഫ് അറ്റൈനിങ്, അത് 4-ാമത്തേതിലാണ് വരുന്നത്. തൻ്റെ മരണത്താൽ എന്ത് ചെയ്തു? മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കി.
നീക്കി. 2, മരണഭീതിയാൽ ജീവപര്യന്തം അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അറ്റൈൻഡ് ദ പർപ്പസ്. സ്തോത്രം. പ്രയോജനം: മരണാധികാരിയായ പിശാചിനെ നീക്കി. പിശാച് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന ഒരു ചിന്ത നമുക്കുണ്ടായേക്കാം. നീക്കിയെങ്കിൽ പിന്നെന്താ? അവനെ ഇല്ലാതെയാക്കിയില്ല. പക്ഷെ മരണാധികാരി അല്ലല്ലോ പിശാചെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അതിലേക്ക് വരാം. ഓക്കെ. അതിന്റെ അർത്ഥവും പറഞ്ഞായിരുന്നു, അത് ഓർക്കുന്നില്ല മമ്മ. ഒന്നുകൂടെ നമുക്കതിലേക്ക് വരാം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് ആവർത്തിക്കുന്നത് ക്ഷമിച്ചാലും ഔട്ട്ലൈനിൽ നമുക്ക് ഇത്ര നോക്കാം. പിശാചിനെ നീക്കി. 2, മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പോൾ പിശാചിനെ നീക്കുകയും മനുഷ്യരെ വിടുവിക്കുകയും ചെയ്തു. സ്തോത്രം. വിടുവിക്കുകയും ചെയ്തു. അവസാനത്തെ വാക്യവും കൂടെ: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ താഴ്ച വന്നതുകൊണ്ടുണ്ടായ മൂന്നാമത്തെ പ്രയോജനം, ദ തേർഡ് പ്രോഫിറ്റ്, ദ തേർഡ് റിസൾട്ട് എന്താണ്? ഹീ കുഡ് ക്വാളിഫൈ to be a real helpful high priest who could assist humanity in their weaknesses and in their needs. He could become a real helpful high priest, or could qualify to be a real and helpful high priest who would help, assist the humanity in their weaknesses and in their needs. മനുഷ്യരെ, കുറഞ്ഞപക്ഷം കർത്താവിൽ വിശ്വസിച്ച് തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നവരെ, അവരുടെ ബലഹീനതകളിൽ സഹായിപ്പാൻ കഴിയുന്ന ഒരു വിശ്വസ്ത മഹാപുരോഹിതനായി തീരേണ്ടതിന് യേശുക്രിസ്തുവിനെ യോഗ്യനാക്കുന്നു. അഥവാ ക്രിസ്തുവിൻ്റെ ജഡധാരണം നിമിത്തം ക്രിസ്തു ആരായിരിക്കുന്നു? ഒരു വിശ്വസ്ത മഹാപുരോഹിതനായിരിക്കുന്നു. എന്ത് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുന്നു? പ്രയോജനം: യെസ്, നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിപ്പാൻ, നമ്മുടെ കഷ്ടതകളിൽ നമ്മെ സഹായിപ്പാൻ, നമ്മോട് താതാത്മ്യപ്പെടുന്ന, നമ്മെ അറിയുന്ന ഒരു മഹാപുരോഹിതനായി താൻ തീർന്നിരിക്കുന്നു. അതുവഴി പ്രയോജനമാണ്. സ്തോത്രം. അപ്പം ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്താൽ നമുക്ക് പ്രയോജനമുണ്ടായോ? ഉണ്ടായി.
സാത്താനെ നീക്കി നമ്മെ വിടുവിച്ചു. പിന്നെ പെർപ്പച്വലി, നിരന്തരമായി നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായും യേശുവിന് തീരുവാൻ കഴിഞ്ഞു. അത് നിമിത്തം തൻ്റെ അടുക്കലേക്ക് വരുന്ന നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വിഷയത്തിലും ഈ മഹാപുരോഹിതനിൽ നിന്ന് സഹായം കൈപ്പറ്റാം. നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ, ഒരുപക്ഷെ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ്. സ്തോത്രം. ഞങ്ങളിവിടെ വീട് വാടകയ്ക്ക് വേണ്ടിയൊക്കെ അന്വേഷിക്കുമ്പോൾ ഒത്തിരി ഓൺലൈൻ സൈറ്റുകളുണ്ടല്ലോ. ചിലത് ബ്രോക്കറേജ് ഒന്നും കൊടുക്കേണ്ടാത്ത, നേരിട്ട് ഓണറുമായിട്ട് കോണ്ടാക്ട് ചെയ്യിക്കുന്ന ചില സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഓഫർ തരും. ഞങ്ങളുടെ ഇന്ന സബ്സ്ക്രിപ്ഷൻ, ഇന്ന വരിക്കാരായിട്ട് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് പ്രയോജനം. ഉദാഹരണത്തിന് 500 രൂപ തന്നാൽ, 999 രൂപ തന്നാൽ, 1499 രൂപ തന്നാൽ, ഏറ്റവും ഒടുവിലത്തേതിനകത്ത് അവർ പറയും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മാനേജറിനെ, അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് വിട്ടുതരും. എവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റിയ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങളുടെ ഈ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന മാനേജർ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന ഏരിയയിൽ, നിങ്ങൾ പറയുന്ന തരത്തിൽ വീട് നോക്കി തപ്പിപ്പിടിച്ച് നിങ്ങൾക്കത് തരും. നിങ്ങൾ പോകണ്ട, അറിയണ്ട, ഒന്നും അറിയണ്ട. അവർ കൊണ്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്ന് മാത്രം ഒന്ന് അറിയിച്ചാൽ മതി. നിങ്ങൾ അങ്ങോട്ട് പറയാതെ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് സഹായിക്കും. 1500 രൂപയുടെ ഒരു വരിക്കാരനായാൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷെ അതിന് കാലാവധിയുണ്ട്. ഇത്ര മാസം അല്ലെങ്കിൽ 1 വർഷം മാക്സിമം, അല്ലെങ്കിൽ ഇത്ര വീടുകൾ കൊണ്ട് കാണിക്കുക. അത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ കാലാവധി തീരും. എന്നാൽ ഇവിടെ കാലാവധിയൊന്നും തീരുന്ന ഒരു മഹാപുരോഹിതൻ അല്ല. സ്തോത്രം. ഇവിടുത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയായാൽ ഈ മഹാപുരോഹിതൻ നമ്മളെ സഹായിപ്പാൻ സദാ സർവദാ ജീവിക്കുന്നു. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യം അറിയാതെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ഇതാണ് പ്രയോജനം, പ്രോഫിറ്റ്, റിസൾട്ട് ഓഫ് ക്രൈസ്റ്റ്, ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യം? ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ 4-ാമത്തെ കാര്യം എന്താണ്? ഹൗ ഡിഡ് ജീസസ് അറ്റൈൻ ദിസ് പർപ്പസ്? ഇപ്പൊ നമ്മൾ കണ്ടു യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം കൈവരിച്ചു. എങ്ങനെ? പ്രധാനമായും ഒന്നാമത്, അവൻ നമ്മെപ്പോലെ സകലത്തിലും ആയിത്തീർന്നതിനാൽ. 17-ാമത്തെ വാക്യം, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് കർത്താവ് ഈ ലക്ഷ്യം കൈവരിച്ചത്?
അടിസ്ഥാനപരമായി സകലത്തിലും നമ്മോട് സദൃശനായി തീർന്നുകൊണ്ട്, അതിനുവേണ്ടിയായിരുന്നു യേശു ജഡം ധരിച്ചത്. അതിനാണ് നമ്മളായിരുന്ന അവസ്ഥയിലേക്ക് കർത്താവ് താണു വന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താണു എന്ന ഒരു താഴ്ചയേക്കാൾ യേശുക്രിസ്തു താഴ്ച അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ താഴ്ചയല്ല, സകലത്തിലും താൻ താഴ്ച വന്നവനായി മാറി. നാം താണു കിടന്നിരുന്ന ആ കുഴിയിലേക്ക് കർത്താവ് നമ്മെ കരകയറ്റുവാൻ ഇറങ്ങി വന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ലക്ഷ്യം സാധിച്ചത് എങ്ങനെയാണ്? സകലത്തിലും ക്രിസ്തു നമ്മോട് സദൃശ്യനായി തീർന്നതുകൊണ്ട്. അതാണ് തൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് നമ്മെപ്പോലെ ഒരു ദ്രവത്വമുള്ള ശരീരം, ജഡം യേശു ക്രിസ്തു സ്വീകരിച്ചത്. അമർത്യനായവൻ മർത്യമായ ദേഹം ഇതിനു വേണ്ടി സ്വീകരിച്ചത്. സ്തോത്രം. അപ്പോൾ നമുക്ക് തുല്യനായി നമ്മോട് സകലത്തിലും കർത്താവ് സദൃശനായി തീർന്നു. രണ്ടാമത് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ മരണം ആസ്വദിച്ചു. 9-ാം വാക്യത്തിലുമുണ്ട്, 14-15 വാക്യങ്ങളിലും നമ്മൾ കണ്ടു. തൻ്റെ മരണത്താൽ എന്ന് 15-ാം വാക്യത്തിൽ കണ്ടു. 9-ാമത്തെ വാക്യത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ എന്നും കാണും. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് ഈ ലക്ഷ്യം കൈവരിച്ചത്? ഒന്ന്, നമ്മെപ്പോലെ സകലത്തിലും സദൃശനായി തീർന്നുകൊണ്ട്. 2, തൻ്റെ സ്വന്തം മരണത്താൽ, അതെ, ക്രൂശിലെ ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്താൽ, സ്തോത്രം, അല്ലെങ്കിൽ പ്രായശ്ചിത്ത മരണത്താൽ. സ്തോത്രം. മൂന്ന്, നമ്മളിപ്പോൾ വായിച്ച 17-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒന്നും കൂടെ നോക്കിക്കേ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ. മനുഷ്യരുടെ, ജനത്തിൻ്റെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയതിനാൽ, നമ്മൾ അതിനെയാണ് ഒറ്റ വാക്കിൽ പ്രായശ്ചിത്തയാഗമായി എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തു ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ചതെന്ന് ഇവിടെ പറയുന്നു. ഒന്ന്, സകലത്തിലും നമുക്ക് സദൃശനായി തീർന്നുകൊണ്ട്. 2, തൻ്റെ മരണത്താൽ. 3, ആ മരണത്തിൻ്റെ പ്രത്യേകത എങ്ങനെയുള്ള മരണമായിരുന്നു? പ്രായശ്ചിത്ത മരണം. നമ്മുടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് താൻ പ്രായശ്ചിത്തം വരുത്തിയത് കൊണ്ടാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചത്. മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയതുകൊണ്ട്. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിൻ്റെ യാഗത്തെ അറ്റോൺമെന്റ് എന്ന് വിളിക്കുന്നത്, പ്രായശ്ചിത്ത മരണം എന്ന് വിളിക്കുന്നത്, പ്രൊപ്പീഷിയേറ്ററി ഡെത്ത് എന്ന് വിളിക്കുന്നത്, പ്രതിമരണം, റാൻസം ഡെത്ത്, മറുവിലയായ മരണം. സ്തോത്രം. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുവാൻ ഇതാണ് കാരണം. ക്രിസ്തു ക്രൂശിലെ യാഗത്താൽ മനുഷ്യരുടെ അകൃത്യങ്ങൾക്ക്, പാപങ്ങൾക്ക്
പ്രായശ്ചിത്തം വരുത്തി. നാലാമതൊരു കാര്യവും കൂടെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയപ്പോൾ പാപം നീങ്ങി. ഇനി പാപമില്ല. അങ്ങനെയായപ്പോൾ നാലാമത്തെ കാര്യം 14 വാക്യത്തിന്റെ അവസാനവും 15 തുടക്കത്തിലും നമ്മൾ കണ്ടു. മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി. എങ്ങനെയാണ് ഈ ലക്ഷ്യം കൈവരിച്ചത്? മരണാധികാരിയായ പിശാചിനെ നീക്കിക്കൊണ്ട്. എങ്ങനെയാ അവന് മരണത്തിന്റെ മേൽ അധികാരം ലഭിച്ചത്? മനുഷ്യന്റെ പാപം, നമ്മുടെ പാപം നിമിത്തം. എന്നാൽ യേശു എന്തു വരുത്തി? നമ്മുടെ പാപങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരുത്തി. പരിഹാരം അഥവാ പ്രായശ്ചിത്തം വരുത്തി. അപ്പോൾ ആ പാപം നിമിത്തം നമ്മുടെ മേൽ പിശാചിന് കിട്ടിയിരുന്ന ആ പിടുത്തം വിട്ടു, നീങ്ങി. ഇപ്പോൾ പിശാച് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവന് മനുഷ്യരുടെ മേൽ അവകാശം നൽകിയ പാപം, അതിന് പരിഹാരമുണ്ടായി. ചോദ്യത്തിന് ഉത്തരവായല്ലോ മുമ്പിലത്തെ? സ്തോത്രം. ഓക്കെ. ഇപ്പോൾ അതുകൊണ്ട് പിശാചിന് നമ്മുടെ ആരുടെ മേലും നിയമപരമായ അവകാശങ്ങളില്ല. And therefore, Satan doesn't hold any legitimate right upon man. Because Jesus made an atonement for our sins by his death. ക്രിസ്തു തൻ്റെ മരണത്താൽ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയതുകൊണ്ട് പിശാചിന് പാപം നിമിത്തം മനുഷ്യന്റെ മേൽ ലഭിച്ചിരുന്ന ഒരു മേൽക്കൈ ഇനിയില്ല. അവന് ന്യായമായ യാതൊരു അവകാശങ്ങളും ഇനി മനുഷ്യന്റെ മേലില്ല. എന്നാൽ വീണ്ടും പാപത്തിൽ തന്നെ തുടരുവാൻ മനഃപൂർവം ആഗ്രഹിച്ചു തുടരുന്നവരുടെ മേൽ മാത്രമേ പിശാചിൻ്റെ അവകാശങ്ങളുള്ളൂ. അതും അവരുടെ പ്രാണന്റെ മേൽ, ജീവന്റെ മേൽ ഇല്ല. അവൻ ശ്രമിക്കും, തീർച്ചയായും ശ്രമിക്കും കൊല്ലാൻ. പക്ഷെ അവന് കഴിയില്ല. ദൈവം അതിനവനെ അനുവദിച്ചാൽ തീർച്ചയായും അവനത് ചെയ്യാം. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ വിഷയത്തിലൊക്കെ നമുക്കറിയാമല്ലോ, എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതാണ് ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് എബ്രായർ 2:10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ താഴ്ച വന്നവനായിട്ട് വെളിപ്പെട്ടു. അതിന് കാരണം, ഉദ്ദേശം, അതിൻ്റെ ഫലം, അതെങ്ങനെ നടപ്പിലാക്കി. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. എങ്കിൽ നമുക്ക് ബാക്കി ഭാഗം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ ചിന്തിക്കാം. ഇങ്ങനെ തൻ്റെ മരണത്താൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്ന കർത്താവായ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മുഴുവനുമായി സമർപ്പിച്ച്
ഈ രക്ഷയിൽ സന്തോഷിച്ച് രക്ഷകനിൽ പ്രശംസിച്ച് മുൻപോട്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ ഈ വചനങ്ങൾ കാരണമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.